സംസ്ഥാനം ഇന്ന് വരെ കാണാത്ത ഒരു ലാൻഡ് സ്ലൈഡിംഗ്, ഒരു ഉരുൾപൊട്ടൽ, ഒരു മണ്ണിടിച്ചിൽ, ഈ ദുരന്തത്തിൻ്റെ തീവ്രത എത്രയെന്ന് കൃത്യമായി ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല. വയനാട്ടിൽ മേപ്പാടിയിൽ എന്തു നടന്നു എന്നൊരു കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് പോലും നൽകുവാൻ സാധിച്ചിട്ടില്ല എന്ന ഖേദകരമായ, ഏറ്റവും അതീവ ഗൗരവം നിറഞ്ഞ ഒരു കാര്യമാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കാരണം ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ താൽക്കാലിക പാലം നിർമ്മിച്ച് മുണ്ടക്കൈ എന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്. സൈന്യം അല്പസമയത്തിനകം എത്തും. സൈന്യം എത്തിയതിനു ശേഷം താൽക്കാലിക പാലം നിർമ്മിച്ച ശേഷം മാത്രമേ ദുരന്ത ഭൂമിയിലേക്ക്, മുണ്ടക്കൈ എന്ന ഭാഗത്തേക്ക്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഭാഗത്തേക്ക് എത്താൻ സാധിക്കൂ. NDRFൻ്റെ ഒരു സംഘം കൊല്ലത്തു നിന്നും വീണ്ടും തിരിച്ചിരിക്കുന്നു. അതുകൂടാതെ ആർക്കോണത്തു നിന്നും ബംഗളൂരുവിൽ നിന്നും 4 NDRF ടീമുകൾ കൂടി സ്ഥലത്തെത്തും. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായ കണക്ക് അവിടെയും പറയാൻ സാധിച്ചിട്ടില്ല. കാരണം വളരെ നടുക്കുന്ന ഒരു ദുരന്തമായതിനാൽ, അതും പുലർച്ചെ 2 മണിക്ക് നടന്ന ഒരു ദുരന്തമായതിനാൽ, അതിനുശേഷം തുടർ ഉരുൾപൊട്ടലുകൾ നടന്നതിനാൽ കൃത്യമായൊരു കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന നിരവധി മേഖലകൾ വയനാട് ജില്ലയുടെ മേപ്പാടി ഉൾപ്പെടുന്ന, മുണ്ടക്കൈ ഉൾപ്പെടുന്ന പ്രദേശത്തുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ മുണ്ടക്കയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റും. കാരണം ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശമാണത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ വടക്കൻ ജില്ലകളിലുള്ള NDRF സംഘങ്ങളെ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വടക്കൻ ജില്ലയിൽ മലപ്പുറത്തും കോഴിക്കോടും സ്ഥിതി അതീവ ഗൗരവമാണ്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, പോത്തുകൊല്ല് ഭാഗത്ത്, വാഴക്കാട് പ്രദേശത്ത്, കൊണ്ടോട്ടി പ്രദേശത്ത് എല്ലായിടത്തും വെള്ളക്കെട്ടിൻ്റെ ദുരിതം തന്നെയാണ്. ഈ വയനാട്ടിലേക്ക് തിരികെ എത്തിയാൽ വട്ടമല, ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ദുരന്തപ്പെട്ടവരിലേക്ക് എത്തിപ്പെടാൻ പോലും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നിരവധി വീടുകൾ ഇപ്പോഴും മണ്ണിൻ അടിയിലാണ്. എത്രത്തോളം ആളുകൾ മണ്ണിനടിയിൽ ശ്വാസത്തിന് വേണ്ടി പിടയുന്നു, ജീവനോടെ അവശേഷിക്കുന്ന ഒരു കൃത്യമായ കണക്ക് പോലും മേപ്പാടിയിൽ നിന്ന് ലഭ്യമാക്കാൻ സാധിക്കില്ല എന്ന അതീവ ദുഃഖം നിറഞ്ഞ, വേദന നിറഞ്ഞ ഒരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 43-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരും. 24 മൃതദേഹങ്ങൾ മേപ്പാടിയിലെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമുള്ള ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. 70ഓളം പേരാണ് ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. പരിക്ക് പറ്റിയവരുടെ എണ്ണം ഇതിൻ്റെ 5 or 6 ഇരട്ടിയിൽ അധികമാകാൻ സാധ്യതയുണ്ട്. കാരണം 400ഓളം കുടുംബങ്ങൾ എവിടെ എന്ന ചോദ്യം കൂടി മേപ്പാടി ഉയർത്തുന്നുണ്ട്. കാരണം അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ ദുഷ്കരമാണ്. എയർലിഫ്റ്റിങ്ങിന് മാത്രമേ സാധ്യതയുള്ളൂ. പക്ഷേ ഹെലികോപ്റ്റർ പോലും ആ ഭാഗത്തേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല. കാരണം പ്രതികൂല കാലാവസ്ഥ തന്നെ. അടുത്ത മണിക്കൂറിനുള്ളിൽ ഹെലികോപ്റ്റർ അടക്കം രക്ഷാപ്രവർത്തകർ രംഗത്തിറക്കി എയർലിഫ്റ്റിംഗ് നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മരണസംഖ്യ ഇനിയും കൂടിയേക്കുമെന്ന ആശങ്കയും അവിടെ നിന്ന് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ ഒരു ദുരന്തത്തിൻ്റെ ഒരു ചിത്രം മേപ്പാടി, ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, മലപ്പുറം ജില്ലയിലെ പോത്തുകൊല്ല്, നിലമ്പൂർ ഭാഗം ഒരു ചിത്രം അഭിരാമി നൽകും. അഭിരാമി, ഈ 3 ജില്ലകൾ, മലബാർ സെക്ടറിൽ ഈ 3 ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരന്തം വിഴുങ്ങിയിട്ടുള്ളത്. ദുരന്തത്തിൻ്റെ ചിത്രം പുറത്തു വരുന്നത്. പറഞ്ഞോളൂ, 3 ജില്ലകളൊരു കൃത്യമായൊരു ധാരണ പറഞ്ഞോളൂ. രാജേഷ്, ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിൽ ഒന്നടങ്കം തന്നെ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കലിത്തുള്ളിയുള്ള ഒരു പേമാരി തന്നെയാണ് 2 ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ നിരവധി താഴ്ന്ന പ്രദേശങ്ങളിലും മറ്റിടങ്ങളിൽ എല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ വീടുകളിലും വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. വെള്ളം കയറിയ പ്രദേശത്തുള്ളവരെ എല്ലാം തന്നെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. നല്ലളം മുണ്ടേപ്പാടത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയുണ്ടായ അതിശക്തമായ മഴയിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം തന്നെ നല്ലളം AUP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നും ഇവിടെ ക്യാമ്പ് പ്രവർത്തിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. വീട്ടുകാർ പലരും വെള്ളം കയറിയതിനെ തുടർന്ന് ബന്ധുവീടുകളിലേക്കും മാറിയതിനാൽ തന്നെ വലിയ അപകടങ്ങൾ തന്നെ ഒഴിവായിട്ടുണ്ട്. അതേസമയം ബാലുശ്ശേരി കോട്ടനാട് റോഡിലും പ്രദേശത്തും വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയുണ്ട്. ഈ പ്രദേശത്തുള്ളവരെ ബാലുശ്ശേരി GVHSS ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ബാലുശ്ശേരി മഞ്ഞപ്പുഴയുടെ തീരത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഈ പുഴയോര സമീപത്ത് താമസിക്കുന്ന ഒരു കുടുംബം കുടുങ്ങിപ്പോയിരുന്നു. ഈ കുടുംബത്തിനെ ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞക്കടവ് വയലിൽ ലൈജു, മകൻ കൗശിക്, സുരേഷ് എന്നിവരാണ് ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ വീടിനുള്ളിൽ വെള്ളം കയറിയതിനെ തുടങ്ങി കുടുങ്ങിയത്. ഇവരെ ഇപ്പോൾ രക്ഷിക്കാനുള്ള ദൗത്യസംഘം എത്തിക്കഴിഞ്ഞു. ഇവരെ ഇപ്പോൾ
രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കനത്ത മഴയിൽ കോഴിക്കോട് വിലങ്ങാട് ഇന്നലെ ഉരുൾപൊട്ടൽ സംഭവിച്ചിരുന്നു. മഴവെള്ളം കുതിച്ചെത്തിയതിനെ തുടർന്ന് വിലങ്ങാട് മലയങ്ങാട് പാലം ഒലിച്ചു പോവുകയും ചെയ്തു. ഇവിടുത്തെ ഉരുൾപൊട്ടലിൽ അപകടത്തിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകളെ ഇന്നലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് വലിയ ആളഭയമില്ല എന്നതും എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ റോഡുകളെല്ലാം തന്നെ തകർന്നിരുന്നു. വീടുകൾക്കെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. NTRF സംഘം വിലങ്ങാട് എത്തിയിട്ടുണ്ട്. നിലവിൽ ദുരന്തമുഖത്ത് PV അൻവർ MLAയും സന്ദർശിച്ചിട്ടുണ്ട്. വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയ സമയത്ത് തന്നെയാണ് വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് കരുതുന്നത്. അതേസമയം കനത്ത മഴയിൽ കോഴിക്കോട് ബാലുശ്ശേരി താഴെ തലയാട് പാലവും ഒലിച്ചു പോയിട്ടുണ്ട്. ഇതോടെ എസ്റ്റേറ്റ് മുക്കിൽ നിന്നും തലയാട് ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അത്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15 വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങൾക്ക് പുറമെ മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ്. അതേസമയം വാഴക്കാട് കൊണ്ടോട്ടി മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളവരെയും ഈ പ്രദേശത്ത് താമസിക്കുന്നവരെയും എല്ലാം തന്നെ ഇപ്പോൾ മാറ്റി പാർപ്പിക്കാനുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജേഷ്, തീർച്ചയായും അഭിരാമിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ പ്രാദേശികമായും ആളുകൾ ദുരിതം അനുഭവിക്കുന്നു. മാവൂരടക്കം വെള്ളത്തിനടിയിലാണ്. വാഴക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. മലപ്പുറം ജില്ലയിൽ പോയാൽ കൊണ്ടോട്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ദുരിതത്തിലാണ് അവിടെ നാട്ടുകാർ. ഒപ്പം തന്നെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് വലിയ മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂറൽ ഏരിയ, കോഴിക്കോടിൻ്റെ റൂറൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ കൊയിലാണ്ടിയിൽ ദുരിതമാണ്. കൊയിലാണ്ടിയിൽ കനത്ത വെള്ളക്കെട്ടാണ്. കനത്ത മഴ ഇപ്പോഴും കൊയിലാണ്ടിയിൽ തുടരുന്നു. ഒപ്പം വടകരയിൽ സാൻഡ് ബാങ്ക് ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയ പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് പിന്നെ കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ചിത്രം മാറുന്നു. പക്ഷേ ദുരന്തം നടന്ന വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ഇപ്പോഴും ദുരന്തത്തിന് വ്യാപ്തി മനസ്സിലാക്കുവാൻ നാട്ടുകാർക്കോ മാധ്യമങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന ഖേദകരമായ കാര്യം കൂടി അറിയിക്കുന്നു. 43-ലധികം മരണങ്ങളാണ് ഇതുവരെ സംഭവിച്ചത്.